ഗൈസ്, ഇന്ന് നമുക്ക് അധികം മുഖവരില്ലാതെ പെട്ടെന്നൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് നല്ല അത്യാവശ്യം പണികളൊക്കെ ഉണ്ട്, നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ അത്യാവശ്യത്തെ നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം തന്നെ ഒരു 2 ടീസ്പൂണോ ഒരു 3 ടീസ്പൂണോ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഒരു പാകത്തിൽ അങ്ങോട്ട് നമ്മളൊരു എന്താ പറയുക വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് ഒരു ടീസ്പൂൺ എന്ത് ചെയ്യുക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അതിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഞാനിവിടെ എടുത്തത് 3 ഉള്ളിയാണ് കേട്ടോ. 3 ഉള്ളി 7 മുട്ടക്ക്. അപ്പം അതൊക്കെ നമ്മൾ നന്നായിട്ട് ഈ ഒരു സമയത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വാട്ടി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വയന്ന് കിട്ടുമെന്നാണ് പണ്ട് കാരണവന്മാർ പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ അങ്ങോട്ട് അനുകരിക്കാമെന്ന് മാത്രം. അപ്പോൾ നന്നായിട്ട് നമുക്ക് വയറ്റി കൊടുക്കാം. വയറ്റി കൊടുത്ത് കഴിഞ്ഞതാ ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളകും എടുത്തിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ 8 കോഴിമുട്ട പുഴുങ്ങാനിട്ടിരുന്നു. അപ്പം ഒന്ന് കണ്ടപ്പം എനിക്ക് കഴിക്കാൻ തോന്നിയപ്പോൾ ഞാനങ്ങോട്ട് കഴിച്ചു. അപ്പോൾ ബാക്കി 7 വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാമല്ലോ. അങ്ങനെ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് അത് മീൻസ് ആ തക്കാളിയും നമ്മളെ മുളകും കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് വയറ്റി വരാം. ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, മാഷാല്ലാ. അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. അതായത് എല്ലാ ഒരു ടേസ്റ്റിലും നമ്മൾ മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കി നോക്കുന്നത് നല്ലതാണല്ലോ. അങ്ങനെ അത്യാവശ്യം കരിവേപ്പിലയും കൂടി മുറിച്ചിട്ടത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ അതൊക്കെ നന്നായിട്ടൊന്ന് വയന്ന് അറിയുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു കഷ്ണം ഒന്ന് മുഴുവനായിട്ട് ഇടണ്ട, നമ്മൾ ഇതുണ്ടല്ലോ എന്താണ് മാഗി ക്യൂബില്ലേ അതിട്ട് കൊടുക്കുക. എന്നിട്ട് 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 2 ടീസ്പൂണ് നമ്മൾ എന്ത് ചെയ്യാം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ നോക്കിയിട്ട് ഞാൻ മസാലപ്പൊടി ആഡ് ഓൺ ചെയ്യുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ മല്ലിപ്പൊടി അധിക സമയം വാങ്ങുന്ന സമയത്ത് പലയിടത്തും പല പോലെ കേട്ടോ. ചിലതിന് നല്ല കുത്തൽ കൂടുതലാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഞാനിതിൽ 4 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പക്ഷേ ഞാനിതിൽ ഫസ്റ്റ് 2 ടീസ്പൂണേ കാണിച്ചു തന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെ പാകത്തിന് നിങ്ങളെ സാധനത്തിനനുസരിച്ച് അതുപോലെ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക. ഇത് നന്നായിട്ട് വയന്ന് വരുന്നതിലാണ് കേട്ടോ കാരണം. പിന്നെ നമുക്ക് അത്യാവശ്യം ഉള്ളിയൊക്കെ കടിക്കുന്ന ഒരു ടൈപ്പ് മുട്ട റോസ്റ്റ് ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇത് അത്യാവശ്യം നേരം മൂടിയൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് തിള വരുന്നുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ പോരായ്മയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഒരു സമയത്താണ് എനിക്ക് പോരായ്മ തോന്നിയിട്ട് 2 ടീസ്പൂണും കൂടി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തത് കേട്ടോ. അങ്ങനെ നമ്മളെ മുട്ട ഇടാൻ നേരത്ത് മുട്ട തന്നെ കയറി ചാടിയിട്ടുണ്ട്. അങ്ങനെ മുട്ടയും കൂടി ഇട്ട് അത്യാവശ്യം അതിൽ തന്നെ കിടന്നിട്ട് ആ മുട്ട പുഴുങ്ങിയത് നന്നായിട്ടൊന്ന് അതിൽ തന്നെ കിടന്നിട്ടൊന്ന് തിളയട്ടെ കേട്ടോ. അങ്ങനെ തിളച്ച് വരുന്ന സമയത്താണ് എനിക്കിങ്ങനെ മുട്ട ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് വലിയൊരു പോരാ. അപ്പോൾ ആ മുട്ടയുടെ ടേസ്റ്റ് ഒന്നുകൂടെ കറിയിലേക്ക് വരാൻ വേണ്ടി ഞാൻ ആ മുട്ട അതിൽ വെച്ച് തന്നെ ഒന്നെന്ത് ചെയ്തിട്ടുണ്ട് പകുതിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ മല്ലിയിലുണ്ടല്ലോ അത്യാവശ്യം മേലാണ് വെതറി കൊടുക്കുക. ലാസ്റ്റ് ചെയ്താൽ മതി അത്. കാരണം വെച്ചാൽ നമ്മുടെ ചൂടോട് തന്നെ അത് അങ്ങോട്ട് കുറേ കണ്ട് വയന്നു പോവും. അപ്പോൾ ഞാൻ മുട്ടയും കൂടി പകുതിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട റോസ്റ്റ് ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഇഷ്ടപ്രകാരം ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതിന് കൂടെ നമ്മൾ കഴിക്കുന്നത് പൊറാട്ടയാണ്. അപ്പോൾ ഇത് ഇന്നലെ ഇപ്പൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ബൈ.